വെൽക്കം ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാമോ? ബിക്കോസ് നമുക്ക് എപ്പോഴും ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഇവിടെ ഉള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട രണ്ട് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഒന്ന് പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്, അതിൻ്റെ പ്രോബ്ലം സൈഡും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ കുറച്ച് തിയറി പോർഷൻസ് മാത്രം, അതും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് നമ്മുടെ ക്ലാസ്സിനിടയിൽ വെച്ച് നിങ്ങളുടെ എൻ്റെ വോയിസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും മൈക്ക് ഓൺ ആക്കി ജസ്റ്റ് പറയേണ്ടതാണ്. ബിക്കോസ് ഞാനിപ്പോൾ PPT പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളുടെ കമന്റ്സ് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് ഓൺ ആക്കി സംസാരിക്കാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും PPT വിസിബിൾ ആണോ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാമോ വിസിബിൾ ആണെങ്കിൽ? എല്ലാവർക്കും കാണാമോ PPT? കാണാം സർ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്സിലേക്ക് കിടക്കുകയാണ്. സോ നമ്മൾ ഇന്ന് കാണുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിലൂടെ നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരുപാട് ഡെഫിനേഷൻസ് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു മനസ്സിലാകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ഡെഫിനേഷനാണ് ഇപ്പോൾ പറയുന്നത്. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ഇൻ എ ബിസിനസ് ഇൻ എ വേ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ദി മാനേജ്മെന്റ്. ഓക്കെ, സോ കോസ്റ്റ് അക്കൗണ്ടിങ് വേർഡ് മീൻ ചെയ്യുന്ന പോലെ തന്നെ എന്താ അവിടെ പറയുന്നത്, അവിടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കോസ്റ്റ് തന്നെയാണ്. റെക്കോർഡിംഗ് ഓഫ് ഓൾ കോസ്റ്റ്, ദാറ്റ് മീൻസ് ഒരുപാട് നമ്മൾ ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പിന്നീട് കാണും. അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ, ഏത് കോസ്റ്റ് ആണെങ്കിലും അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് എല്ലാം ചുമ്മാ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ദി മാനേജ്മെന്റ്. അത് ഏത് രീതിയിലാണോ മാനേജ്മെന്റ് ഹെൽപ്ഫുൾ ആവുന്നത് ആ രീതിയിൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട് കാണുന്ന ഈ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് കാണുന്ന 3 കാര്യങ്ങളാണ് നമ്മളോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ. The cost of raw materials or parts that go directly into producing goods. So നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു കാര്യമായിരിക്കും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോർമൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഇവിടെയും നമ്മൾ കാണുന്നു ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇൻഡയറക്റ്റ് ഐറ്റംസിനെ നമ്മൾ കാണുന്നതായിരിക്കും. സോ എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ബിസിനസിന്റെ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് ആണെങ്കിലാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻഡയറക്റ്റ് മീൻസ് നേരിട്ട് നമുക്കത് അസൈൻ ചെയ്യാൻ സാധിക്കില്ല. പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ലിങ്ക്ഡ് അല്ലാത്ത കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ്
കോസ്റ്റ് എന്നും വിളിക്കുന്നത്. സോ ആ ഡയറക്റ്റ് കോസ്റ്റിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ. സോ ഡയറക്റ്റ് മെറ്റീരിയൽ എന്തായിരിക്കും? ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ദാറ്റ് ഗോ ഡയറക്ട്ലി ഇൻ ടു പ്രൊഡ്യൂസിങ് പ്രോഡക്റ്റ്. സോ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈമറി റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് എന്താണ്? അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. Then direct labor, the cost paid to employees who are directly involved in manufacturing and producing the goods. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ലേബേഴ്സ് എല്ലാ സ്റ്റേജസിലും ലേബേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിനുശേഷം പിന്നീട് വരുന്ന അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത്തരം മറ്റ് ഫംഗ്ഷൻസിലാണെങ്കിലും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ബട്ട് ഡയറക്റ്റ് ലേബർ എന്ന് പറയണമെങ്കിൽ ആ എംപ്ലോയീസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ട് നേരിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതാണ് ഇവിടെ പറയുന്ന ഡയറക്റ്റ് ലേബർ. ഓക്കെ, ദെൻ ഡയറക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. ദാറ്റ് മീൻസ് നേരിട്ട് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓവർഹെഡ്. Overhead means cost required to run a business but which cannot be directly attributed to any specific business activity, product or service. That means നേരിട്ട് ഈ പറഞ്ഞ ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല, ബിസിനസ് ആക്ടിവിറ്റിയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല. ബട്ട് ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ഇത് ഇൻഡയറക്റ്റ് ആണ് ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും തന്നെ ഇല്ല. സോ അത്തരം കോസ്റ്റുകൾ, അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഇവിടെ എന്ത് വിളിക്കുക? ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ ഓവർ ഹെഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ആ ബേസിസ് നോക്കുക, ബൈ ഫംഗ്ഷൻ, ബൈ ബിഹേവിയർ, ബൈ എലമെന്റ്. ഓക്കെ, ഫംഗ്ഷണൽ ആസ്പെക്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓവർ ഹെഡ്സിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം: പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഓരോ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഓവർ ഹെഡ്സ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബിഹേവിയർ, അതായത് ഓവർ ഹെഡ്സിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, മേ ബി ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ. ഓക്കെ, ഈ ഫിക്സഡും വേരിയബിൾ എപ്പോഴും ഓർത്തിരിക്കുക, കാരണം ഇനി അങ്ങോട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഫിക്സഡ് ഓവർ ഹെഡ്സ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ദെൻ എലമെന്റിനെ ബേസ് ചെയ്ത് നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലമെന്റ്സ്, ദാറ്റ് മീൻസ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഇത്തരം എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓവർഹെഡ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്: ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഓവർ ഹെഡ്സിന് നൽകുന്നത്. ഇനി നമ്മൾ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ഇത് പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. സോ ഈ കോസ്റ്റിംഗിന്റെ ചെറിയൊരു പ്രോബ്ലം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടാൻ വേണ്ടിയാണ് അത് കൂടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അതിന്റെ കുറച്ച് നോട്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ്. It is a method of costing adopted to find out the cost of those goods which are manufactured in stages. That means ഒറ്റ പ്രോസസ് കൊണ്ട് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുകയാണെങ്കിൽ അത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒന്നിലധികം സ്റ്റേജസിലൂടെ ആണെങ്കിൽ അത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന, അങ്ങനെ 2-3 പ്രോസസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഈച്ച് സ്റ്റേജ് ഈസ് കോൾഡ് എ പ്രോസസ്. നമ്മൾ അറിയാവുന്ന കാര്യമാണ്, 3 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജിനെ നമ്മൾ പ്രോസസ് 1, 2, 3 എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും നമ്മൾ അതിനെ വിളിക്കുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ബിക്കംസ് ദി ഇൻപുട്ട് ഫോർ ദി നെക്സ്റ്റ് പ്രോസസ് ആൻഡ് സോ ഓൺ. ഇപ്പോഴും മനസ്സിലാക്കുക, പ്രോസസ് 1, ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 3 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പ്രോസസ് 1ന്റെ ഔട്ട്പുട്ട് എന്താണോ, പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതായിരിക്കും പ്രോസസ് 2ന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രോസസ് 1ന് ശേഷം കിട്ടുന്നത് എന്തോ അത് വെച്ചിട്ടാണ് പ്രോസസ് 2 ചെയ്യുന്നത്. ഓക്കെ, the product becomes a finished product only after it passes through all the process. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുകയുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന 2-3
കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, ജസ്റ്റ് നമ്മളിതൊന്ന് റീവെന്റ് ചെയ്ത് പോകുന്നത്. ദെൻ നോർമൽ ലോസ്, ഇറ്റ് ഇസ് എ ലോസ് ഡ്യൂ ടു internal factors like heating, boiling, evaporation. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നോർമൽ ലോസ് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഏത് പ്രോസസ്സിലാണെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ നേച്ചർ കാരണം എന്തെങ്കിലും ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നോർമൽ ലോസ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റഡ് ലോസ്. യെസ്, നമുക്കറിയാം, കാരണം ഇന്ന പ്രോസസ്സിൽ ഇത്ര ലോസ് ഉണ്ടാകുമെന്ന് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. അതെപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, പ്രോബ്ലം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ലോസിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് പെർസെന്റേജ് ഓൺ ദി ഇൻപുട്ട് ക്വാണ്ടിറ്റി. ഓഫ് കോഴ്സ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻപുട്ട് ക്വാണ്ടിറ്റിയുടെ എത്ര മെറ്റീരിയൽ ആണോ നൽകുന്നത്. ഫോർ എക്സാമ്പിൾ പ്രോസസ് 1ലേക്ക് നമ്മൾ പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നൽകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ആണെങ്കിൽ 10% ആണ് എന്റെ നോർമൽ ലോസ് എന്ന് പറയുന്നതെങ്കിൽ ദാറ്റ് മീൻസ് 1000 യൂണിറ്റ് ഇൻപുട്ട് ആയിട്ട് നൽകി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 900 യൂണിറ്റ്സ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ബിക്കോസ് 100 യൂണിറ്റ്സ് എന്തായാലും നോർമൽ ലോസ് സംഭവിക്കും ഡ്യൂ ടു ദി ഇന്റേണൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരിക്കലും നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, സംഭവിക്കുന്നത് പ്രോഡക്റ്റിന്റെ നേച്ചർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, നോർമൽ ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോർമലി ഓഫ് 2 ടൈപ്സ്. സാധാരണ 2 രീതിയിലാണ് നോർമൽ ലോസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ സ്ക്രാപ്പ്, സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ വെയിറ്റ് ലോസ്. ഓക്കെ, അതായത് നോർമൽ ലോസ് സംഭവിച്ചാൽ 2 ചാൻസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, നോർമൽ ലോസ് സംഭവിച്ചതിന് ശേഷം ദെൻ ബാലൻസ് എന്തെങ്കിലും, അതായത് നമുക്ക് നഷ്ടപ്പെട്ട ആ മെറ്റീരിയൽ, നഷ്ടപ്പെട്ട ഇൻപുട്ട് എത്രയാണോ ആ ഇൻപുട്ടിന് ഒരു പക്ഷേ അതിനൊരു റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്ത് നമുക്കത് കുറച്ച് ഫണ്ട് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയുന്ന മറ്റൊരു കേസ്. അതിന് ചിലപ്പോൾ റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റ് ആയി പോയി, സോ ഇനി വേറെ ഒരു യൂസിനും കൊള്ളില്ല, ബട്ട് എങ്കിലും അതിന് റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അത് റിയലൈസ് ചെയ്ത് ക്യാഷ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. സെക്കൻഡ് കേസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ റിയലൈസബിൾ വാല്യൂ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ പ്രോസസ്. ഇവിടെ മനസ്സിലാക്കുന്നത് ചില പ്രോഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ ഇവാപറേഷൻ എടുക്കുകയാണെങ്കിൽ ചില പ്രോഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് തന്നെ ഇത് ഇവാപറേറ്റ് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് ഇവിടെ വെയിറ്റ് ആണ്, ഓവറോൾ ക്വാണ്ടിറ്റിയുടെ എണ്ണം തന്നെ കുറഞ്ഞു, ബട്ട് നമുക്കത് അതിൽ നിന്ന് ഒരു റിയലൈസബിൾ വാല്യൂ ഉള്ള ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇത്തരം കേസാണ് പ്രോബ്ലത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ബട്ട് ക്വാണ്ടിറ്റി കുറയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേസ് പറയുന്നത്. Then it is credited to the process account and calculated as a percentage on the input quantity. ഇത് പ്രോബ്ലം സൈഡിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ കാൽക്കുലേറ്റ് ആസ് പെർസെന്റേജ് ഓൺ ദി ഇൻപുട്ട് ക്വാണ്ടിറ്റി. എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടിയും എല്ലായ്പ്പോഴും അത് തന്നിട്ടുണ്ടാവും. ഇൻപുട്ട് ക്വാണ്ടിറ്റിയുടെ ഒരു പെർസെന്റേജ് ആയിരിക്കും എപ്പോഴും നോർമൽ ലോസ്. നെക്സ്റ്റ് വൺ അബ്നോർമൽ ലോസ്. ഓക്കെ, നോർമൽ ലോസ് നമ്മൾ എന്താണെന്ന് കണ്ടു, ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അബ്നോർമൽ ലോസ്. It is loss due to the external factors like natural calamity, loss by fire or theft, strikes, breakdown of machine, etc. Okay, maybe അതായത് പ്രോഡക്റ്റിന്റെ നേച്ചർ കൊണ്ടല്ല ഇവിടെ ലോസ് സംഭവിക്കുന്നത്, മറ്റെന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് സംഭവിക്കുന്നത്. മേ ബി അത് ഒരു കെയർലെസ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ലോസ്. ഇത് നമ്മൾ അൺഎക്സ്പെക്ട് ചെയ്യാത്തതാണ്. ഓക്കെ, ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ നേച്ചർ കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് അവോയ്ഡബിൾ ടു സം എക്സ്റ്റെന്റ് ആൻഡ് ദെയർഫോർ കൺട്രോളബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെയർലെസ്നെസ് കൊണ്ടൊക്കെയാണ് ലോസ് സംഭവിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി കെയറിങ് നൽകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അവോയ്ഡബിൾ ടു സം എക്സ്റ്റെന്റ് ആൻഡ് ദെയർഫോർ കൺട്രോളബിൾ. Then it is credited to the process account as balancing figure in the quantity column. Okay, ഇത്
ഈ ഒരു പോയിന്റ് ആണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അബ്നോർമൽ ലോസ് നോർമൽ ലോസ് പോലെ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രീ ഡിറ്റർമിൻഡ് പെർസെൻറ്റേജ് അല്ല, ഇൻപുട്ട് ക്വാണ്ടിറ്റിയുടെ പ്രീ ഡിറ്റർമിൻഡ് പെർസെൻറ്റേജ് അല്ല. പിന്നീട് അബ്നോർമൽ ലോസ് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ അബ്നോർമൽ ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, മേ ബി അവിടെ ചിലപ്പോൾ അബ്നോർമൽ ഗെയിൻ ആയിരിക്കാം. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അത് മനസ്സിലാക്കുക. പ്രോസസ് അക്കൗണ്ടിന്റെ ക്വാണ്ടിറ്റി കോളം, ഇവിടെ 2 കോളം ഉണ്ടാവും, ക്വാണ്ടിറ്റി കോളം ആൻഡ് പ്രൈസ് എമൗണ്ട് കോളം. ദെൻ ക്വാണ്ടിറ്റി കോളത്തിന്റെ ബാലൻസിങ് ഫിഗർ ആണ് അബ്നോർമൽ ലോസ്. Next one, abnormal gain. When actual loss is less than the expected loss, it is called an abnormal gain. ഞാൻ നേരത്തെ പറഞ്ഞ അബ്നോർമലും നോർമലും വെച്ചിട്ട് അതേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് പ്രോസസ് 1ലേക്ക് ഇൻപുട്ട് ആയിട്ട് നൽകുന്നത് 1000 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നോർമൽ ലോസ് എന്ന് പറയുന്നത് 10%. അപ്പോൾ വ്യക്തമാണ്, ക്ലിയർ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 100 യൂണിറ്റ്സ് നോർമൽ ലോസ് സംഭവിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോസസ് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തപ്പോഴേക്കും ക്വാണ്ടിറ്റി കോളത്തിന്റെ ബാലൻസിങ് ഫിഗർ നോക്കിയപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് 925 ക്വാണ്ടിറ്റീസ് ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് പ്രോസസ് 1ന്റെ ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 925. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലോസ് എത്രയാണ്, ദാറ്റ് മീൻസ് നോർമൽ ലോസ് എത്രയാണ്, അതാണ് എക്സ്പെക്ട് ചെയ്ത ലോസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നോർമൽ ലോസ് ആണ് എക്സ്പെക്ടഡ് ലോസ്. നോർമൽ ലോസ് എത്രയാണ്? 100. ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് ലോസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ബട്ട് ആക്ച്വൽ ലോസ് ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്ടഡ് ലോസ്. ആക്ച്വൽ ലോസ് എത്രയാണ് ശരിക്കും? 75 വന്നിട്ടുള്ളൂ. ബിക്കോസ് 1000 നിന്ന് 925 ആണ് ഇപ്പോഴത്തെ ബാലൻസ്. സോ 75 യൂണിറ്റ്സ് മാത്രമേ നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സോ ഇത്തരം സിറ്റുവേഷൻ ആണ് അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സുപ്പീരിയർ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ, എഫിഷ്യന്റ് ലേബർ, അഡ്വാൻസ് ടെക്നോളജി. ഓക്കെ, നമ്മൾ റോ മെറ്റീരിയലിന് ഗുണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, കുറച്ചുകൂടി നല്ല സൂപ്പർവിഷൻ, നല്ല എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, അബ്നോർമൽ ഗെയിന് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് റെക്കോർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോസസ് അക്കൗണ്ട് ആസ് എ ബാലൻസിംഗ് ഫിഗർ ഇൻ ദ ക്വാണ്ടിറ്റി കോളം. ഓക്കെ, ഇവിടെ അബ്നോർമൽ ഗെയിൻ സംഭവിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ് സംഭവിക്കുന്നത്, ആൻഡ് റെക്കോർഡ് ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു പ്രൊഫോമ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഒരു പ്രോസസ് അക്കൗണ്ടിന്റെ പ്രൊഫോമ, ഒരു മോഡൽ. ദെൻ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്, ഇതാണ് ഫസ്റ്റ് ഐറ്റം. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി എക്സ്പെൻസ്, മാനുഫാക്ചർ എക്സ്പെൻസ്, അങ്ങനെ എന്തെല്ലാം എക്സ്പെൻസുകൾ അതുമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരത്തെ കണ്ടു നോർമൽ ലോസ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. അവിടെ 2 ടൈപ്പ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രാപ്പ് ആൻഡ് വെയിറ്റ് ലോസ്. സ്ക്രാപ്പ് ആണെങ്കിൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും, എമൗണ്ടും റിയലൈസബിൾ വാല്യൂയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാണ്. വെയിറ്റ് ലോസ് ആണെങ്കിൽ റിയലൈസബിൾ വാല്യൂ ക്വസ്റ്റ്യനിൽ തരില്ല, പകരം വെയിറ്റ് ലോസ് ആണെങ്കിൽ റിയലൈസബിൾ വാല്യൂ ഇല്ല. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ലോസ് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇതിന്റെ ബാലൻസ് ഫിഗർ ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അബ്നോർമൽ ലോസോ അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിനോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ബാലൻസിംഗ് ഫിഗർ കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് ഔട്ട്പുട്ടിന്റെ യൂണിറ്റും കിട്ടുന്നു, ദെൻ ഔട്ട്പുട്ടിന്റെ ബാലൻസിങ് വാല്യൂ, ദാറ്റ് മീൻസ് ഔട്ട്പുട്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ടു ദി പ്രോസസ് 2 അക്കൗണ്ട്, നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇതിൽ അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡെബിറ്റ് കോളം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് കോളം ഡിവൈഡഡ് ബൈ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്വാണ്ടിറ്റി കോളം ഇൻറ്റു abnormal gain or quantity of abnormal gain or abnormal loss. Gain ആണെങ്കിൽ gain, loss ആണെങ്കിൽ loss. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ പറയുന്നത് എമൗണ്ട് കോളത്തിന്റെ ഡിഫറൻസ്, ദെൻ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി കോളത്തിന്റെ ഡിഫറൻസ് ഇൻറ്റു അബ്നോർമൽ ഗെയിൻ. എത്രയാണോ നമ്മളിത്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എത്രയാണോ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ എന്നുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് കണ്ടു കിട്ടുന്നതായിരിക്കും. ഇനി ജസ്റ്റ് നമുക്കൊരു ഐഡിയക്ക് വേണ്ടി മാത്രം നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോസസ് 1, 2, 3 3 പ്രോസസ്സിലൂടെയാണ് ഈ പ്രോഡക്റ്റ് കടന്നു പോകുന്നത്. ടോട്ടൽ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുള്ള പർട്ടിക്കുലേഴ്സ് നോക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്. 3 ഡയറക്റ്റ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളത് 6000. ഓരോ പ്രോസസ്സിലും എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട്. ഓരോ പ്രോസസ്സിന്റെ എൻഡിലും, ദാറ്റ് മീൻസ് ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 920, 870, 800. നോർമൽ ലോസ്, യെസ് നമ്മൾ പറഞ്ഞിരുന്നു. എക്സ്പെക്ടഡ് ലോസ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 10%, 5%, again 10%. സെയിൽ പ്രൈസ് ഓഫ് സ്ക്രാപ്പ് പെർ യൂണിറ്റ്, അതായത് നമ്മൾ കണ്ട നോർമൽ ലോസിന്റെ ഫസ്റ്റ് കേസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. വെയിറ്റ് ലോസ് അല്ല, സ്ക്രാപ്പ് വാല്യൂ. ദാറ്റ് മീൻസ് ലോസ് ഉണ്ടാകും ഈ നോർമൽ ലോസ് 10%, 5%, 10% ഈ നോർമൽ ലോസ് ഉണ്ടാകുന്ന ഐറ്റത്തിന്റെ സ്ക്രാപ്പ് വാല്യൂ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. പെർ യൂണിറ്റ് 3, 5, 6 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. 1000 യൂണിറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹5 were introduced in process 1. അതായത് റോ മെറ്റീരിയൽസ് എത്രയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 1000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ് ₹5. Then production overheads is allocated to each process on the basis of 50% cost of direct labor. ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ലേബർ 12,000, പ്രൊഡക്ഷൻ ഓവർഹെഡ് 6,000. ഓക്കെ, സോ അത് എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടതെന്ന് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോസസ്സിലും ഡയറക്റ്റ് ലേബർ 50% ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഓരോ പ്രോസസ്സിലും ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആയിട്ട് വരുന്നത്. 1,500, 2,500, 2,000, again then 2,500. Prepare necessary process account, also calculate cost per unit for each process. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം കാണുന്നത്. നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതും കൂടി നോക്കാം. ഫസ്റ്റ് വൺ, അതിന്റെ പ്രോസസ് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോസസ് 1 ഫസ്റ്റ് ആയിട്ട് നോക്കുക. റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് 1000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അറ്റ് ₹5,000. ദെൻ ചെറിയൊരു അലൈൻമെന്റ് വ്യത്യാസമുണ്ട്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹2,000 ആണ്. ദെൻ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് അതെല്ലാം തന്നിട്ടുണ്ട്. നോർമൽ ലോസ് 1000 യൂണിറ്റിന്റെ 10% ആണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ്. ദെൻ 100 into 3 പെർ യൂണിറ്റ്. അതിന്റെ റിയലൈസബിൾ വാല്യൂ തന്നിട്ടുണ്ട്. പെർ യൂണിറ്റിന് ₹3 വെച്ച് 100 into 3, ₹300. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം പ്രോബ്ലം സൈഡ് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ പിന്നെ ഇതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 920 യൂണിറ്റ്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി കോളം ആണ് ക്ലോസ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി കോളം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 1020 ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ദെൻ 1000 യൂണിറ്റ്സ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു 20 യൂണിറ്റ്സിന്റെ ഗെയിൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ 20 യൂണിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ഈക്വേഷനിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ആ ഈക്വേഷൻ നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് കോളംസ് ആൻഡ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്വാണ്ടിറ്റി കോളം ഇൻറ്റു അബ്നോർമൽ ഗെയിൻ ക്വാണ്ടിറ്റി. ഇവിടെ ഗെയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഡിഫറൻസ് നോക്കാം. എമൗണ്ട് കോളത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 12,000, ഡെബിറ്റ് കോളത്തിന്റെ ഡിഫറൻസ്, ദെൻ 12,000 ഡെബിറ്റ് കോളം ഡിഫറൻസ്, 300 ക്രെഡിറ്റ് കോളം ഡിഫറൻസ്, ദെൻ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി കോളം നോക്കുക. 1000 minus 100, 1000 minus 100 ഇങ്ങനെ ഡിഫറൻസും കിട്ടുന്നു ഇൻറ്റു അബ്നോർമൽ ഗെയിൻ്റെ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 20 യൂണിറ്റ്സ്. അങ്ങനെ ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ₹260 ആണ് അബ്നോർമൽ ഗെയിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുക. കിട്ടുന്ന വാല്യൂ ആണ്
പ്രോസസ് വണ്ണിന്റെ ഔട്ട്പുട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ it will be transferred to the next process, that is process 2. സോ അതിന്റെ വാല്യൂ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ തന്നെ വീണ്ടും ഇനിയുള്ള 2 പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ട് പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ PPT നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ സ്വയം വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടി നോളജ് കിട്ടാനായിട്ട്. ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രോസസ് അക്കൗണ്ടിങ് കഴിഞ്ഞു, പ്രോസസ് കോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 2 തിയറി കൂടി ജസ്റ്റ് കവർ ചെയ്യുന്നു. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ മാനേജ്മെന്റ് സ്ട്രാറ്റജി that aligns raw material orders from the suppliers directly with the production schedules. നോർമലി നിലവിൽ എന്ന് പറയുന്നില്ല, നോർമൽ സിറ്റുവേഷനിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രൊഡക്ഷന് വേണ്ടി പ്രൊഡക്ഷന്റെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം അതിനു വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ സിറ്റുവേഷൻസിൽ സാധാരണ ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം കറക്റ്റ് ഷെഡ്യൂളിന്റെ ടൈമിൽ മാത്രമാണ് ഇവിടെ റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം പെർച്ചേസ് അതുപോലെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എപ്പോഴാണോ അതിനനുസരിച്ച് തന്നെ കൃത്യമായി റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ നമ്മൾ എൻഷുർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദി ഹിഡൻ പ്രോബ്ലംസ് ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ്. ഓഫ് കോഴ്സ് ഇൻവെന്ററി മാനേജ്മെന്റിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്യാം, അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡി പ്രൊഡക്ഷൻ, കറക്റ്റ് ഒരു പ്രൊഡക്ഷൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പോയിന്റ്. എലമെന്റ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്, 2 കാര്യങ്ങളാണ് ഇതിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, സെക്കൻഡ് വൺ എലിമിനേറ്റിംഗ് വേസ്റ്റ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിൽ കൂടെ പറയുന്നത് സിസ്റ്റംസ് ടു ഐഡന്റിഫൈ ദി പ്രോബ്ലംസ്. ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന വഴി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ സിസ്റ്റം ആയിട്ട് ഇതിനെ കാണുന്നു. ബിക്കോസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, സോ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ആൻഡ് എ പ്രോഡക്റ്റ് ഓറിയന്റഡ് ലേഔട്ട്, കുറച്ചുകൂടി ലേഔട്ട് ഫോർ ലെസ് ടൈം സ്പെൻഡ് ഓൺ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് മൂവ്മെന്റ്. ദാറ്റ് മീൻസ് കുറച്ച് ഈ സ്റ്റോറേജിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിലുപരി കറക്റ്റ് പ്രോഡക്റ്റിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക് എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റി കൺട്രോൾ അറ്റ് സോഴ്സ്, ഈച്ച് വർക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ഓഫ് ദെയർ ഓൺ ഔട്ട്പുട്ട്. ഓഫ് കോഴ്സ് ഇതിന്റെ അൾട്ടിമേറ്റ് ഈ ഇംപ്രൂവ്മെന്റിലൂടെ അൾട്ടിമേറ്റ് അവർ ഉദ്ദേശിക്കുന്ന അവരുടെ എയിം എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എലിമിനേറ്റിംഗ് വേസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അൺനെസസറി വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് വേസ്റ്റ് ഫ്രം ദ പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. വേസ്റ്റ് ഓഫ് ടൈം, ദെൻ ട്രാൻസ്പോർട്ടേഷൻ വേസ്റ്റ്, ഇൻവെന്ററി വേസ്റ്റ് ഫ്രം ഓവർ പ്രൊഡക്ഷൻ, പ്രോസസിംഗ് വേസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ടൈം റോ മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺനെസസറി വേസ്റ്റ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജ് മീൻസ് ലെസ് സ്പേസ് നീഡ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇൻവെന്ററി സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ആവശ്യം തന്നെ ഇവിടെ വരുന്നില്ല. വേസ്റ്റ് റിഡക്ഷൻ, ദെൻ നമ്മളിപ്പോൾ കണ്ടു സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മതി. കാരണം ബിക്കോസ് ഓൾറെഡി ഹൈ സ്റ്റോക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പർച്ചേസ് വെക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി അത്ര ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. Then greater efficiency and high quality products can be derived, then higher customer satisfaction. Okay, then disadvantages നോക്കുക. റിസ്ക് ഓഫ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഈ ടോപ്പിക് ആദ്യം പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യമായിരിക്കണം റിസ്ക് ഓഫ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഓഫ് കോഴ്സ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഇത്തരം സിറ്റുവേഷൻസിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് കറക്റ്റ് പ്രോഡക്റ്റ് ഷെഡ്യൂളിന്റെ ടൈമിൽ തന്നെ റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് പ്രൊഡക്ഷനെ അവരെ അഫക്ട് ചെയ്യുന്നു. അത് പിന്നീട് ഹ്യൂജ് ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും.
ദെൻ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ടൈം ഫ്രെയിം. നമുക്ക് ടൈമിന്റെ കേസിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. മോർ പ്ലാനിങ് റിക്വയർഡ്. ഇത് ഇത്രയും നമ്മളിപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയെങ്കിലും ഇതിലെല്ലാം കറക്റ്റ് പ്ലാനിങ്ങിനേക്കാൾ ഉപരി കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഇതിനകത്ത്. ഓക്കെ, then transaction cost would be comparatively high depending upon the frequency of transaction. മനസ്സിലാക്കുക, ഏറ്റവും നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് സ്റ്റോറേജ് ഫെസിലിറ്റി വെയർഹൗസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, അത് ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റ് ഷെഡ്യൂൾ അപ്പോഴാണ് ഇത് റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇവിടെ വളരെ കൂടുതലാകാനാണ് ചാൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ടോപ്പിക്കായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് ഓണൊക്കെ എനിക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് നോക്കുക. Marginal costing is defined as the amount at any given volume of output by which aggregate cost can be changed if the volume of output is increased or decreased by 1 unit. Marginal നമ്മൾ എപ്പോഴും ഒരുപാട് ഈ എക്കണോമിക്സിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ ഓവറോൾ കോസ്റ്റിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് സാധിക്കുന്നത് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, വേരിയബിൾ കോസ്റ്റ്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട വേരിയബിൾ കോസ്റ്റിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട്. സോ ഇതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി കാണാൻ പോവുകയാണ് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കൺട്രോളിംഗ് by bringing out the relationship between the profit and the volume. Okay, that means ഒരു കമ്പനി പ്രോഡക്റ്റിലൂടെ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, ദെൻ അതിന്റെ ഔട്ട്പുട്ട്, ആ ഒരു വോളിയം, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗിലൂടെ. The concept of marginal costing is also known as variable costing because it is based on the behavior of costs that vary with the volume of output. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, പിന്നെ പറയുന്നത് ഓവറോൾ കോസ്റ്റ്. ഇതിൽ ഓവറോൾ കോസ്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഓവറോൾ കോസ്റ്റിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഓഫ് കോഴ്സ് ഓവറോൾ കോസ്റ്റ് കുറയ്ക്കുക എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. ആ എയിം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഐറ്റത്തിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളത്. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ആ വേർഡ് തന്നെ ഉണ്ട്, ഫിക്സഡ് ആണ്, നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വേരിയബിൾ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്താന്നുള്ളത്. ദെൻ ഫിക്സഡ് കോസ്റ്റ്, the expenditure remains same irrespective of output. This includes the cost which a firm has to incur irrespective of units of production. That means എത്ര വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റേ അല്ല, ബിക്കോസ് ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ അത്തരം കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് റെന്റ്. ഓക്കെ, അതിന്റെ ഏറ്റവും ഒരു ഐഡിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഫാക്ടറിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റിന് എടുത്തിരിക്കുകയാണ്. ദെൻ അവിടെ പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും ബിൽഡിംഗ് റെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ അതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ദെൻ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ആസ് എ നെയിം സജസ്റ്റ് വേരിയബിൾ കോസ്റ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ടിന്റെ ചേഞ്ചസ് എത്രയാണോ അതനുസരിച്ച് വേരിയബിൾ കോസ്റ്റും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വേരിയബിൾ കോസ്റ്റ് അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 1000 യൂണിറ്റ് റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അതിനൊരു വാല്യൂ. ദെൻ 500 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് മറ്റൊരു വാല്യൂ ആയിരിക്കും, സെയിം വാല്യൂ അല്ല. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ആണ് ഫിക്സഡ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ് പ്രോഡക്റ്റിന്റെ 1000 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപ എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു പ്രോഡക്റ്റിന് ഒരു യൂണിറ്റിന് 1 രൂപ. ദെൻ അങ്ങനെയാണെങ്കിൽ 500 യൂണിറ്റിന് എത്രയായിരിക്കും? 500 റുപ്പീസ് ആയിരിക്കും. അപ്പൊ അവിടെ പറയുന്ന വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 റുപ്പി ഫിക്സഡ് ആണ്. അതാണ് അതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം. കൺസെപ്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ്. ഇനി കവർ ചെയ്യാനുള്ള ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. അത് കവർ ചെയ്തതിന് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ളതിന് അതിനുശേഷം പിന്നീട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ആൻ അസംപ്ഷൻ ദാറ്റ് എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ഫണ്ട് നോട്ട് ഓൺലി വിച്ച് കവേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ബട്ട് ഓൾസോ പ്രൊവൈഡ് സം പ്രോഫിറ്റ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്, ഇറ്റ് ഇസ് ആൻ അസംപ്ഷൻ ദാറ്റ് എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ഫണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, നമ്മൾ കാണുന്നതായിരിക്കും. സെയിൽസ് മൈനസ് വേരിയബിൾ, സെയിൽസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അത് വേരിയബിൾ കോസ്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ അല്ല, പ്ലസ് എന്തുകൂടി ഉണ്ടാവും അതിനകത്ത്, ഒരു പ്രോഫിറ്റ് എലമെന്റും കൂടി അതിൽ കാണും. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. എ കമ്പനി അച്ചീവ്സ് ബ്രേക്ക് ഈവൻ. ദാറ്റ് മീൻസ് ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നൊരു സിറ്റുവേഷൻസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിലൂടെ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്ന ഐറ്റം, റവന്യൂ ആ പ്രോഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് കവർ ചെയ്യാനുള്ളത് മാത്രമായിരുന്നു എന്നർത്ഥം. This concept helps in taking decisions like whether to produce or discontinue. ഇനി പ്രൊഡക്ഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ. ഫിക്സിംഗ് അപ്പ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബൾക്ക് ഓർഡേഴ്സ്. ബൾക്ക് ഓർഡേഴ്സ് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളൊരു ചേഞ്ചസ് വരുത്തും സെല്ലിംഗ് പ്രൈസിൽ. സോ അത് ഏത് പ്രൈസ് ആയിരിക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഈക്വേഷൻ നോക്കുക, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇത് ഒരു ഈക്വേഷൻ. മറ്റൊരു ഈക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, വി ഗെറ്റ് കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിലൂടെ ഒരു കാര്യം കൂടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ profit and volume. That means relation between contribution and sales. ഇത് നമ്മളുടെ റിലേഷൻഷിപ്പ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഈക്വേഷൻ നോക്കുക, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതായത് സെയിൽസിലൂടെ കിട്ടുന്ന റവന്യൂ, ദാറ്റ് മീൻസ് സെയിൽസിന്റെ വോളിയത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എലമെന്റ്. ഇതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നത് PV റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അടുത്ത നമ്മൾ കാണുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ നേരത്തെ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വെച്ച് ബിസിനസ്സിന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് ടോട്ടൽ സെയിൽസ് റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, റവന്യൂ ഇസ് ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻ യൂണിറ്റ്സ്, ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്ര യൂണിറ്റ് സെല് ചെയ്യുമ്പോഴാണ് ശരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുക എന്നുള്ള പറയുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ആദ്യത്തെ കേസ് പറയുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ആ ഈക്വേഷൻസ് കൺഫ്യൂസ്ഡ് ആവേണ്ട, ഈക്വേഷൻസ് ക്ലിയർ ആയിട്ട് നോക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എത്ര റുപ്പീസിന്റെ സെയിൽസ് അച്ചീവ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇൻറ്റു 100. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രേക്ക് ഈവൻ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഈക്വേഷൻസ് ആണ് നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ, മാർജിൻ ഓഫ് സേഫ്റ്റി. ഇതെന്താന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദി ആക്ച്വൽ സെയിൽസ് ഓവർ ആൻഡ് അബവ് ദി ബ്രേക്ക് ഈവൻ സെയിൽസ്. ഓക്കെ, ബ്രേക്ക് ഈവൻ സെയിൽസിനേക്കാൾ നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്രയാണോ സെയിൽസ്, ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്യുന്ന ആ പോയിന്റിൽ നമുക്ക് ആ പോയിന്റിൽ വരുന്ന സെയിൽസ് എത്രയാണോ അതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. അതിനേക്കാളും എന്തെങ്കിലും കുറച്ചുകൂടി സെയിൽസ് കൂടുതലാണെങ്കിൽ, ആക്ച്വൽ സെയിൽസ് കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ആണ് നൽകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. സോ അതിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ സെയിൽസ് എങ്കിൽ ദാറ്റ് മീൻസ് അവിടെ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് മീനിങ്. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അത് കാണാനുള്ള ഈക്വേഷൻ, അത് ആ ഡെഫിനിഷൻ തന്നെയാണ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. അത് കാണാനുള്ള മറ്റൊരു ഈക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാർജിനൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈക്വേഷൻസും കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് നോക്കാം. കീ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഇസ് എ ഫാക്ടർ whose influence for the purpose of ensuring the maximum utilization of resources. Okay, so അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണോ ആ ഫാക്ടേഴ്സിനെല്ലാം നമ്മൾ കീ ഫാക്ടർ എന്നോ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ എന്നോ വിളിക്കുന്നു. പ്രോഫിറ്റ് ക്യാൻ ബി മാക്സിമൈസ്ഡ് ബൈ ഗിയറിംഗ് അപ്പ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി ലൈറ്റ് ഓഫ് ഇൻഫ്ലുവൻസസ് ഓഫ് ദി കീ ഫാക്ടേഴ്സ്. ഓഫ് കോഴ്സ് മനസ്സിലാക്കുക, കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഓൾസോ സെയിൽസ് ഈസ് എ യൂഷ്വൽ ലിമിറ്റിംഗ് ഫാക്ടർ. സെയിൽസ് ആണ് പ്രധാനപ്പെട്ട ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ നമുക്കറിയാം സെയിൽസ് ആണ്. ബിക്കോസ് സെയിൽസ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ നമുക്കും മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എങ്കിലും മറ്റ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. മറ്റെല്ലാവിധ കോസ്റ്റുകളും പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാവിധ കോസ്റ്റും ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് തന്നെയാണ്. It includes material, labor, power, capacity of the plant, actions of the government. എല്ലാവിധ കോസ്റ്റുകളും ലിമിറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ആണ് മുന്നിലുള്ളത്. ഒന്നുകിൽ മാക്സിമം സെയിൽസ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ കോസ്റ്റ് എന്ന് പറയുന്നതും ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. ദെൻ സെയിൽസ്, യൂഷ്വൽ ലിമിറ്റിംഗ് ഫാക്ടർ സെയിൽസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ കണ്ട മാർജിനൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ഓഫ് കോഴ്സ് അറിയാം, മാർജിനൽ കോസ്റ്റ് നോക്കിയാണ് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ന്യൂ മാർക്കറ്റ്സ്, പുതിയ മാർക്കറ്റ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോഴേക്കും അതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാം. സോ അതിനു വേണ്ടിയും മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, മേക്ക് ഓർ ബൈ ഡിസിഷൻ. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഡൗട്ടാണ് എന്ത്, പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യണോ അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്ത് സെല് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ. സോ അത്തരം ഡിസിഷൻസ് വേണോ വേണ്ടോ എന്നുള്ളതും ഈ മാർജിനൽ കോസ്റ്റിംഗ് വേണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കാനും മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്രോഡക്റ്റ് മിക്സ്, ദാറ്റ് മീൻസ് ഒന്നിലധികം പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റിന്റെ കോമ്പിനേഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പറേറ്റ് പ്ലാൻ ഓർ ഷട്ട് ഡൗൺ ചെയ്യണോ, ദാറ്റ് മീൻസ് കണ്ടിന്യൂ ചെയ്യണോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഡിസിഷനും എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല പറയുന്നത്, ബിക്കോസ് ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മേക്ക് ഓർ ബൈ ഡിസിഷൻ, പ്രോഡക്റ്റ് മേക്ക് ചെയ്യണോ അത് വാങ്ങണോ എന്നുള്ള ഡിസിഷൻ ആണ് നോക്കേണ്ടത്. ജസ്റ്റ് അതൊന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് റേഡിയോ ഈസ് ₹6.25 each, while cost of is ₹5.75 each. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട് ഇവിടെ വരുന്നത് 5.75. വാങ്ങുകയാണെങ്കിൽ 5.75 rupees ആണ് കൊടുക്കേണ്ടത്. ദെൻ മേക്ക് ചെയ്യുവാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ 6.25 rupees ആണ് കോസ്റ്റ് വരുന്നത്. ആ 6.25 സ്പ്ലിറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. മെറ്റീരിയൽസ് 2.75, ലേബർ 1.75, അതർ വേരിയബിൾസ് 0.5. ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ് പറയുന്നത്. ഇനി പറയുന്ന ഫിക്സഡ് കോസ്റ്റ് 1.25. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ഷുഡ് യു മേക്ക് ഓർ ബൈ? ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെ? 5.75 എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കുക, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്
1.25 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് റേഡിയോയുടെ ടോട്ടൽ ഓവർ കോസ്റ്റ് 6.25. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും 5 rupees എന്നാണ് കിട്ടുന്നത്. പ്രൊഡക്ഷന്റെ വോളിയം നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയർ ഓഫേർഡ് ദി കമ്പോണന്റ് ദാറ്റ് ഈസ് 4.85? ഓഫ് കോഴ്സ് 4.85 rupees-നാണ് തരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ ബൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ദാറ്റ് മീൻസ് മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മേക്ക് ഓർ ബൈ ഡിസിഷൻ, മേക്ക് ചെയ്യണോ അല്ലെങ്കിൽ ബൈ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഈ പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് തന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ABC 3 പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്, 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ A and C 2000 യൂണിറ്റ്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് B 4000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓരോ 2000 1600 യൂണിറ്റ്സ് അങ്ങനെ യൂസ് ചെയ്യുക. ഏത് മിക്സ് ആണ് നല്ലത്, ഏത് കോമ്പിനേഷൻ ആണ് നല്ലതെന്ന് നോക്കാനായിട്ട് ഈ പറഞ്ഞ മാർജിനൽ കോസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ നോക്കണം. അതിന്റെ വേരിയബിൾ ഓർഡർ അതിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സ്റ്റേജ് മീൻസ് മൈനസ് അതേ പോകുമ്പോൾ ഷട്ട് പോയിന്റ് കണ്ടിന്യൂസ് ചെയ്യണം. അത് നമ്മൾ when revenue equal to variable cost, marginal cost. In other words, it occurs when the marginal profit becomes negative. അത് മനസ്സിലാക്കുക. ഓരോ പ്രോഡക്റ്റും അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ പ്രോഡക്റ്റും അഡീഷണൽ ആയി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് സെല് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന റവന്യൂ കോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഓരോ പ്രോഡക്റ്റും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് നമുക്കറിയാം അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, ആ ഉണ്ടാകുന്ന കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം ആ പ്രോഡക്റ്റ് സെൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഷട്ട് ഡൗൺ പോയിന്റ് റീച്ച് ചെയ്യുന്നതാണ്. ഇനി പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 തിയറീസ് ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന CR എന്നുള്ളത്. ഓക്കെ, then it is a process of acquiring, retaining and partnering with the selective customers to create superior value for the company and the customers. It involves integration of marketing, sales, customer service and the supply chain functions of the organization to achieve greater efficiencies and effectiveness in delivering customer value. ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ദാറ്റ് മീൻസ് ഒരു പ്രോഡക്റ്റിന്റെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ, അതിനുശേഷവും ദാറ്റ് മീൻസ് അതിനുശേഷം വരുന്ന റിവ്യൂ ആണെങ്കിൽ അതിനുശേഷം വരുന്ന അഡീഷണൽ ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിൽ കൂടിയും ആ ഒരു സ്റ്റേജ് വരെയുള്ള കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെ ഓവറോൾ അവരുമായിട്ട് നല്ല ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി കമ്പനിയുടെ ഒരു സുപ്പീരിയർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നീഡ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം. സെയിൽസും മാർക്കറ്റിംഗ് എന്നുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. സെയിൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സെയിൽസ് എന്നല്ല, ഐഡന്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ് എന്നുള്ളതാണ്. സോ ആ പോയിന്റിൽ നിന്നും ഈ പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെയും അതിനുശേഷവും ഉള്ള ഫുൾ കസ്റ്റമർ സർവീസ് അതുവരെ ഉള്ള ടോട്ടൽ കസ്റ്റമർ മാനേജ്മെന്റ് ആണ്. കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് പറയുന്ന ടെക്നിക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ നോക്കാം. ടു കീപ് ട്രാക്ക് ഓഫ് ഓൾ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കസ്റ്റമേഴ്സിന്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുക. ടു ഐഡന്റിഫൈ ആൻഡ് ടാർഗറ്റ് ദി ബെസ്റ്റ് കസ്റ്റമർ, നമുക്കൊന്ന് ബെസ്റ്റ് കസ്റ്റമേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കുക. അത്തരം കുറെ കാര്യങ്ങൾ. കാരണം അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കുക, കുറച്ചുകൂടി കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആക്കുക എന്നുള്ളതാണ്.
to let the customers know about the existing as well as the new products and services, maximum information provide here, to provide real-time and personalized services provide here, to provide superior service and consistent customer experience, top quality service provide here, to implement a feedback system. Of course, വളരെ important ആയിട്ടുള്ള കാര്യമാണ് feedback system എന്നുള്ളത്, because കമ്പനിയുടെ ഡ്രോബാക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ കാണിച്ചു തരാൻ ഏറ്റവും നല്ല യൂസ് അല്ല ഏറ്റവും നല്ല ഒരു പാർട്ടി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സ് തന്നെയാണ്. സോ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. പ്രൊവൈഡ്സ് ബെറ്റർ കസ്റ്റമർ സർവീസ്, ഇൻക്രീസസ് കസ്റ്റമർ റവന്യൂ, ന്യൂ കസ്റ്റമേഴ്സിനെ ഡിസ്കവർ ചെയ്യുന്നു, ഹെൽപ്സ് സെയിൽസ് സ്റ്റാഫ് ടു ക്ലോസ് ഡീൽസ് ഫാസ്റ്റ്, അവരുടെ സെയിൽസ് സ്റ്റാഫിന്റെ ജോലി കുറച്ചുകൂടി ഈസിയർ ആക്കുന്നു, മേക്സ് കോൾ സെന്റേഴ്സ് മോർ എഫിഷ്യൻറ്റ്, സിംപ്ലിഫൈസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോസസ്. ഓക്കെ, സോ ഇതെല്ലാം തിയറി ആസ്പെക്ട് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ CRM ഡിസഡ്വാൻറ്റേജസ്, ഓവർഹെഡ് കോസ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം ഈ പറഞ്ഞ പ്രോസസ്സ്, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ അതൊരു അഡീഷണൽ എക്സ്പെൻസ് ആണ് വരുന്നത്. ബിക്കോസ് കുറച്ചുകൂടി നോർമൽ അത് എല്ലാ കമ്പനീസും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെയാണ് ഇവിടെ വരുന്ന മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദെൻ ഗിവിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ഈസ് എൻ ഇഷ്യൂ ഇൻ സ്മോൾ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞു സ്മോൾ ഓർഗനൈസേഷൻ ഒന്നും ഇതൊന്നും അച്ചീവ് ചെയ്യാൻ ഒരു പരിധിക്കപ്പുറം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് എങ്കിലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു സ്മോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ഇത് പറയുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഓവറോൾ ഫോമിന്റെ ഓവറോൾ പ്ലാനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അവർ ജസ്റ്റ് ഒരു ഇതും ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത്. ഇറ്റ് ഇസ് എ ഫുള്ളി ഇന്റഗ്രേറ്റഡ് ബിസിനസ് മാനേജ്മെന്റ് സിസ്റ്റം കവറിംഗ് functional areas of an enterprise like logistics, production, finance, accounting and human resources. ഒരു ബിസിനസിന്റെ ഓവറോൾ മീൻസ് അതിന്റെ മെയിൻ ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണ് അതിനെല്ലാം ഓവറോൾ ജസ്റ്റ് കവർ ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ കോർഡിനേഷൻ ഇൻഷുർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ഓപ്പറേഷൻ പ്രോസസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോസ് ടു മേക്ക് ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് സച്ച് ആസ് മെൻ, മെറ്റീരിയൽ, മണി ആൻഡ് മെഷീൻ. ആക്ടിവിറ്റീസ് ഏതും ആയിക്കൊള്ളട്ടെ, ദാറ്റ് മീൻസ് ഫങ്ഷണൽ ഏരിയാസ് ഏതും ആയിക്കൊള്ളട്ടെ, നമ്മളുടെ റിസോഴ്സസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുള്ള കാര്യമാണ് 4M, മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി. സോ ഈ 4Ms, ഈ 4Mസിനെയും ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി തന്നെ യൂട്ടിലൈസ് ചെയ്യുക, അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതും ഇതിന്റെ പിന്നിലുള്ളൊരു കാര്യമാണ്. ERP objectives integrate financial information. That means different functional areas ഉണ്ടെങ്കിൽ, ഒരുപാട് ഹെഡ്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിന്റെ ഇൻഫർമേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നു, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇന്റഗ്രേറ്റ് കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ് ആണെങ്കിലും കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന വഴി ദെൻ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി. സോ ആ കാര്യങ്ങൾ അവിടെ ആ ഒരു ഫംഗ്ഷനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു അർത്ഥം. സ്റ്റാൻഡർഡൈസ് ആൻഡ് സ്പീഡ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്. സോ ഓവറോൾ പ്രോസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ് ആയിക്കോട്ടെ, അതിനെ കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കുന്നു, കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കുന്നു. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇതൊരു ABC സിസ്റ്റം. ഈ സിസ്റ്റം എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് linking spending on resources to the products, service produced or delivered to customers. It uses a two-stage overhead allocation. അതായത് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് ആ പേരിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇവിടെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ഓവറോൾ പ്രോഡക്റ്റിന് വേണ്ടിയല്ല കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ ഇവിടെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് മെയിൻ ആ പ്രോഡക്റ്റിന്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജർ ആക്ടിവിറ്റീസ് എന്തെല്ലാം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ആക്ടിവിറ്റീസിന്റെ കോസ്റ്റ് അസൈൻ ചെയ്യുന്നു, അതിൽ നിന്ന് ഈ കോസ്റ്റുകളെല്ലാം ആഡപ്പ് ചെയ്ത് ഓവറോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഇതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. സോ ഇവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന കാര്യം. It uses a two-stage overhead allocation. രണ്ട് രീതിയിലാണ് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ട്രേസിംഗ് കോസ്റ്റ് ടു ആക്ടിവിറ്റീസ്. നേരത്തെ പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ട്രേസിംഗ് കോസ്റ്റ് ഫ്രം ആക്ടിവിറ്റീസ് ടു ദി പ്രോഡക്ട്സ്. ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ നിന്നുള്ള കോസ്റ്റ് അല്ല, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിന്റെ ഓരോ കോസ്റ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അത്
എല്ലാം സമ്മപ്പ് ചെയ്തുകൊണ്ട് ഓവറോൾ പ്രോഡക്റ്റിന്റെ ജോബിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. And objectives എന്ന് പറയുന്നത് assign costs that reflect the physical dynamics of the business, then provides ways of assigning the cost of indirect support. മനസ്സിലാക്കാം, ഓരോ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി കുറച്ചുകൂടി ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് കോസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകാം. ദാറ്റ് മീൻസ് ഓവറോൾ പ്രോഡക്റ്റിലുപരി ആക്ടിവിറ്റീസ് കുറച്ചുകൂടി നല്ല രീതിയിൽ കോസ്റ്റ് മിനിമം കോസ്റ്റിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ മറ്റ് സപ്പോർട്ട് സർവീസസിനും കൂടി ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ഈസ് എ പെർട്ടിക്കുലർ അപ്രോച്ച് ടു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ് ദാറ്റ് എയിംസ് ടു ബ്രിങ് together an organization culture within a range of tools and techniques operating at a variety of levels to ensure that there is harmony from overall company strategy through product design, process design and on to the production floor. ഇവിടെ പറയുന്ന കാര്യം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്നതിലുപരി പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്നതിലുപരി പ്രോഡക്റ്റിന്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയാണ് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് അതിൽ പ്രധാനമായിട്ട് എംഫോസിസ് ചെയ്ത് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് harmony from overall company strategy through product design, process design and on to the product floor. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസിലും ദാറ്റ് മീൻസ് അത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഡിസൈൻ, അത് പ്രോഡക്റ്റ് ഐഡിയ, ആ ഒരു പ്രോഡക്റ്റ് ഐഡിയ, ഒരു ഇന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് വരെയുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തുന്നത് വരെയുള്ള ഓവറോൾ കമ്പനിയുടെ ആക്ടിവിറ്റി അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, ബെറ്റർ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള, അതായത് ഓർഗനൈസേഷന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ അത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് TPM. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പോയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം. സോ ഏതെങ്കിലും രീതിയിൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ.